അപ്പോൾ ഞങ്ങൾ ചായയൊക്കെ കുടിച്ചിട്ട് നേരതായി പ്ലേ സെക്ഷനിലേക്കാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അഹിമോൻ ഈ ഒരു ഉദ്ദേശം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇവിടേക്ക് കയറണം എന്ന് പറഞ്ഞപ്പോൾ കുറേ ആൾക്ക് നന്നായി ചുമയ്ക്കുന്നുണ്ട്. ആക്ച്വലി ഞങ്ങൾ കല്യാണത്തിന് പോയി എന്ന് പറഞ്ഞില്ല, അവിടെ നിന്ന് ജ്യൂസൊക്കെ കുടിച്ചു. അപ്പോൾ അവന് തണുപ്പൊന്നും പറ്റില്ല, അല്ലെങ്കിൽ തന്നെ എനിക്കും അതേ സെയിം തണുപ്പ് പറ്റില്ല. അതുപോലെ തന്നെയാണ് അവന് തണുപ്പ് പറ്റില്ല. കുറച്ച് തണുപ്പ് കഴിക്കുമ്പോഴത്തേക്ക് ചുമ വരും. അപ്പോൾ ഓൾറെഡി കോൾഡ് പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ അത് ഇടയ്ക്കിടയ്ക്ക് ചുമയ്ക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് ടെൻഷൻ ആവുന്നുണ്ട്. ഇവൻ ചുമച്ച് കഴിഞ്ഞാൽ കൂടുതൽ ചുമച്ച് കഴിഞ്ഞാൽ പിന്നെ ഛർദ്ദിക്കും. അപ്പോൾ പിന്നെ എനിക്ക് ടെൻഷൻ ആവുന്നുണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ റെഡി ആയി. പിന്നെ അവിടുന്ന് കുട്ടികളെയൊക്കെ കണ്ടപ്പോൾ കുട്ടികളുടെ കൂടെ ഭയങ്കര കളിയായിരുന്നു. ഷൈജേട്ടൻ എന്നാൽ ഞങ്ങളെ വെയിറ്റ് ചെയ്യാൻ കേട്ടോ, ഞാൻ മാത്രമേ അതിൻ്റെ ഉള്ളിൽ കയറിയിട്ടുള്ളൂ. നമ്മൾ 2 പേർക്കൊക്കെ കയറാം. ഷൈജേട്ടൻ അവിടെ ഇരിക്കുകയെന്ന് പറഞ്ഞു. തലവേദന എടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞു അവിടെ ഇരുന്നതാണ് കേട്ടോ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് പപ്പ വാ അങ്ങോട്ട് വാ എന്ന് പറയുന്നുണ്ട്. പിന്നെ അത് ഭയങ്കര കളിയായിരുന്നു. അവനിവിടെ ഒരു 1/2 മണിക്കൂർ ഇവിടെ നമ്മളിപ്പം പേയ്മെൻറ്റ് കൊടുത്തിട്ട് 1/2 മണിക്കൂർ കയറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ നിന്ന് അങ്ങനെ ആൾ കളിച്ചോളും. പിന്നെ നമ്മൾ നോക്കേ വേണ്ട, കുട്ടികളുടെ കൂടെ അങ്ങനെ കളിക്കും. പിന്നെ ജസ്റ്റ് നമ്മളൊന്ന് എന്താ പറയുക, വികൃതി തീരെ ഇല്ലാത്ത കുട്ടി ആയതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് നമ്മൾ നോക്കുന്നത് നല്ലതായിരിക്കുമല്ലോ. അതുകൊണ്ട് ഞാൻ തന്നെ ഉള്ളിൽ കയറി എങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഭയങ്കര എൻജോയ് ചെയ്ത് കളിക്കുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് ഓരോ പുറത്തുള്ള ഓരോ സാധനത്തിൽ കയറിയിരിക്കുന്നത്. അവൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒന്ന് നമ്മളിപ്പോൾ പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ അതിൽ കൂടുതൽ നേരം കളിക്കില്ല. അപ്പോഴത്തേക്കും അവന് മടുക്കും, വേഗം എണീറ്റ് പോകും. അപ്പം നമ്മൾ അങ്ങനെ ഇതിലങ്ങനെ കയറ്റാറ് ഇങ്ങനെ വെറുതെ ഇങ്ങനെ അവന് ഇതാക്കി കളിക്കാനേ ഇഷ്ടമുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ പേയ്മെൻറ്റ് ചെയ്തിട്ട് നമ്മൾ ഇരുത്തുകയാണെങ്കിൽ അവന് അപ്പം തന്നെ മടുക്കും. വേഗം മടുക്കുന്ന ഒരു പേഴ്സണാലിറ്റിയാണ്, വേഗം മടുക്കും എന്ത് കാര്യം. അപ്പോൾ അവൻ കുറേ കാര്യത്തിലൊക്കെ ഇങ്ങനെ കളിച്ചു. അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങി, ഫോക്കസ് മാളിൽ നിന്ന് ഇറങ്ങി നേരെ ഇനിയിപ്പോൾ വീട്ടിലേക്ക് പോകണം. നല്ല ബ്ലോക്കാണ് കേട്ടോ ഈ ഏരിയ, പിന്നെ പറയണ്ടല്ലോ, എപ്പോഴും ബ്ലോക്കായിരിക്കും. അപ്പോൾ ഓക്കെ, ബൈ.